ദക്ഷിണ കൊറിയൻ ദേശീയ അസംബ്ലി യൂൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്തു. രാജ്യത്ത് പട്ടാള നിയമം കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ വിവാദ ശ്രമത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സിയോളിലെ പാർലമെന്റ് കെട്ടിടത്തിന് പുറത്ത് 10,000-കണക്കിന് പ്രകടനക്കാർ ഒത്തുകൂടി. പാർലമെന്റിൽ 300 നിയമനിർമ്മാതാക്കളിൽ 204 പേർ ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ചു. 85 പേർ മാത്രമാണ് നടപടി എതിർത്തത്. 3 നിയമസഭാംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 8 വോട്ടുകൾ അസാധുവായി. പ്രസിഡന്റിന്റെ കക്ഷിയിലുള്ളവരും പ്രമേയത്തെ അനുകൂലിച്ചു. യൂണിനെ സസ്പെൻഡ് ചെയ്തതോടെ പ്രധാനമന്ത്രി ഹാൻ ഡക് സു ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കും. യൂണിന്റെ പ്രസിഡന്റ് അധികാരങ്ങളും ചുമതലകളും താൽക്കാലികമായി നിർത്തിവച്ചു. യൂണിനെതിരെ കോടതി വിധി പറഞ്ഞാൽ ദക്ഷിണ കൊറിയൻ ചരിത്രത്തിൽ വിജയകരമായി ഇംപീച്ച് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ പ്രസിഡന്റായി അദ്ദേഹം മാറും. ഇത് 60 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തുടക്കമിടും. രാജ്യത്തെ ക്രമസമാധാനത്തിന് വേണ്ടി സർക്കാർ 1000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.